ഓം ശാന്തി. പ്രഭാത മുരളി. ഡേറ്റ് 5/2/2021. ശുഭാബ का याद है. मुरली सारम. मीठे बच्चे, यहाँ तुम्हारा सब कुछ गुप्त है. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഇവിടെ നിങ്ങളുടെ എല്ലാം തന്നെ ഗുപ്തമാണ്. इसलिए तुम्हें कोई भी टाट नहीं करना, अपनी नई राजधानी के नशे में रहना. അതിനാൽ നിങ്ങൾ യാതൊരു വിധത്തിലും ഷോ ചെയ്യരുത്, തൻ്റെ രാജധാനിയുടെ ലഹരിയിലിരിക്കണം. प्रश्न: श्रेष्ठ धर्म और दैवी कर्म की स्थापना के लिए तुम बच्चे कौन सी मेहनत करते हो? ശ്രേഷ്ഠ ധർമ്മത്തിൻ്റെയും ദൈവീ ധർമ്മത്തിൻ്റെയും സ്ഥാപനയ്ക്കായി നിങ്ങൾ കുട്ടികൾ എന്ത് പരിശ്രമമാണ് നടത്തുന്നത്? उत्तर: तुम अभी 5 विकारों को छोड़ने की मेहनत करते हो. ഇപ്പോൾ നിങ്ങളിലെ 5 വികാരങ്ങളെയും ഉപേക്ഷിക്കുവാനുള്ള പ്രയത്നമാണ്, പുരുഷാർത്ഥമാണ് ചെയ്യുന്നത്. क्योंकि इन विकारों ने ही सबको भ्रष्ट बनाया. കാരണം ഈ വികാരങ്ങൾ തന്നെയാണ് എല്ലാ മനുഷ്യരെയും ഭ്രഷ്ടരാക്കിയത്, നീചന്മാരാക്കിയത്. तुम जानते हो इस समय सभी दैवी धर्म और कर्म से भ्रष्ट है. നിങ്ങൾക്കറിയാം, ഈ സമയത്തിൽ എല്ലാവരും തന്നെ ദൈവീ ധർമ്മത്തിൽ നിന്നും ദൈവീ കർമ്മത്തിൽ നിന്നും ഭ്രഷ്ടരായിരിക്കുന്നു. बाप ही श्रीमत देकर श्रेष्ठ धर्म और श्रेष्ठ दैवी कर्म की स्थापना करते. ബാബ തന്നെയാണ് ശ്രീമതത്തിൽ കൂടി ശ്രേഷ്ഠ ധർമ്മത്തിൻ്റെയും ശ്രേഷ്ഠ ദൈവീ കർമ്മത്തെയും സ്ഥാപിക്കുന്നത്. तुम श्रीमत पर चल, बाप की याद से विकारों पर विजय पाते हो. നിങ്ങൾ കുട്ടികൾ ശ്രീമതം അനുസരിച്ച് നടന്ന് ബാബയുടെ ഓർമ്മയിൽ കൂടി വികാരങ്ങളിൽ നിന്നും വിജയികളാകുന്നു. പഠായി സേ അപ്നെ ആപ് കോ രാജ്യ തിലക് ദേത്തി ഹോ. ഈ വിദ്യയിൽ കൂടി അഥവാ പഠിപ്പിലൂടെ സ്വയമിന് രാജ്യ തിലകം നൽകുന്നു. ഗീത തുമേ പാക്കെ ഹംനെ ജഹാ പാലിയ. അങ്ങേ പ്രാപിച്ച ഞങ്ങൾ മുഴുവൻ ലോകത്തെയും സ്വന്തമാക്കി. ധാരണയ്ക്കുള്ള പ്രധാന പോയിന്റ് 1. सदा ये स्मृति रखनी है कि हम एक मत, एक राज, एक धर्म की स्थापना के निमित्त, इसलिए एक मत होकर रहना. സദാ ഈ സ്മൃതി ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ ഏക മതം, ഏക രാജ്യം, ഏക ധർമ്മത്തിൻ്റെ സ്ഥാപനാർത്ഥം നിമിത്തമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പരസ്പരം ഏക അഭിപ്രായമുള്ളവരും ആയിരിക്കണം. 2. स्वयं को राजाई का तिलक देने के लिए विकारों को छोड़ने की मेहनत करनी है. സ്വയമിന് രാജ്യതിലകം നൽകുന്നതിനായി വികാരങ്ങളെ ഉപേക്ഷിക്കുവാനുള്ള പ്രയത്നം ചെയ്യണം. പഠായി പർ പൂരാ ധ്യാൻ ദേനാ ഹെ. പഠിത്തത്തിൽ പൂർണ്ണമായും ശ്രദ്ധ നൽകണം. വരദാൻ: त्रिकालदर्शी स्थिति द्वारा माया के वार से सेफ रहने वाले. ത്രികാലദർശ സ്ഥിതിയിലൂടെ മായയിൽ നിന്നും സദാ സുരക്ഷിതരായിരിക്കുന്ന അതീന്ദ്രിയ സുഖಕ್ಕೆ അധികാരി ഭവ. അതീന്ദ്രിയ സുഖത്തിൻ്റെ അധികാരിയായി ഭവിക്കൂ. विशदीकरण: संगम युग का विशेष वरदान व ब्राह्मण जीवन की विशेषता है अतीन्द्रिय सुख. സംഗം യുഗത്തിൻ്റെ വിശേഷ വരദാനം അതോ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ വിശേഷതയാണ് അതീന്ദ്രിയ സുഖം. ये अनुभव और किसी के युग में नहीं होता. ഈ ഒരു അനുഭവം മറ്റ് യുഗങ്ങളിൽ ഉണ്ടായിരിക്കുകയില്ല. लेकिन इस सुख की अनुभूति के लिए, എന്നാൽ ഈ സുഖത്തിൻ്റെ അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭൂതിയിലേക്ക് വേണ്ടി त्रिकालदर्शी स्थिति द्वारा माया के वार से सेफ रहो. ത്രികാലദർശി സ്ഥിതിയിലൂടെ
മായയുടെ യുദ്ധത്തിൽ നിന്നും സദാ സുരക്ഷിതനായിരിക്കൂ. अगर बार बार माया का वार होता रहेगा तो चाहते हुए भी अतीन्द्रिय सुख का अनुभव कर नहीं पाएंगे. ഒരു പക്ഷേ ഇടയ്ക്കിടെ മായയുടെ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ, എതിർപ്പുകൾ ഉണ്ടാവുകയാണെങ്കിൽ, വിചാരിച്ചാൽ പോലും ആഗ്രഹിച്ചാൽ പോലും അത്യന്തര സുഖത്തിൻ്റെ അനുഭവം ഉണ്ടാവുകയില്ല. जो अतीन्द्रिय सुख का अनुभव कर लेते उन्हें इंद्रियों का सुख आकर्षित कर नहीं सकते. ആരിലാണോ അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭവം ഉണ്ടായിരിക്കുന്നത് അവരെ ഒരിക്കലും ഇന്ദ്രിയങ്ങളുടെ സുഖം ആകർഷിക്കുകയില്ല. नॉलेजफुल होने के कारण उनके सामने वो तुच्छ दिखाई देगा. നോളജ്ഫുൾ ആയത് കാരണം തന്നെ മറ്റെല്ലാ ഭൗതിക സുഖങ്ങളും ഇന്ദ്രിയ സുഖങ്ങളെല്ലാം അവർക്ക് തുച്ഛമായി അനുഭവപ്പെടും. स्लोगन कर्म और मनसा दोनों सेवा का बैलेंस हो तो शक्तिशाली वायुमंडल बना सकेंगे. സേവനത്തിൽ കർമ്മത്തിൻ്റെയും അതുപോലെ മനസ്ഥിതിയുടെയും ബാലൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ശക്തിശാലി വായുമണ്ഡലം അന്തരീക്ഷം ഉണ്ടാകും. अच्छा मीठे मीठे सिक्किलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी बाप को याद प्यार गुड मॉर्निंग. नमस्ते नमस्ते नमस्ते. ओम शांति.